നമ്മൾ ഉജ്ജയിനിൽ നിന്ന് ഗരോത്തിലേക്കുള്ള രാജസ്ഥാനിലെ ഗരോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഏകദേശം ഒരു 150 കിലോമീറ്റർ വരുന്ന ഒരു സ്ട്രെച്ചായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാവിലെ എണീക്കാൻ ഓൾറെഡി ലേറ്റായി. അപ്പോൾ അതിൻ്റെ പേര് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ ഹോട്ടലിന് ഷഫീർ ഹോട്ടലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആക്സസ് കൺട്രോൾഡ് ഹൈവേ ആണ്. അപ്പോൾ ഹോട്ടലൊന്നും ഇല്ല പഴയ പോലെ റോഡ് സൈഡിൽ ഹൈവേയുടെ സൈഡിൽ കാണുന്ന പോലെ ഈ ഹൈവേയിലില്ല. അപ്പോൾ ഇങ്ങനെ പോയി ഇപ്പോൾ ഇവിടെ എൻ്റെ എത്തിയപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊരു ഹോട്ടലിൽ നിർത്തിയതാണ്. ഹോട്ടലിൽ നിർത്തി. അപ്പോൾ നമ്മൾ 2 പേരെ കണ്ടത് നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതാണ് ആ ഹൈവേ. അതിങ്ങനെ ഉജ്ജയിനിൽ നിന്ന് വരുന്നത്. ഉജ്ജയിനിൽ നിന്ന് ഇങ്ങനെ നേരെ പോവും. ഒരു 1 കിലോമീറ്റർ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഒന്ന് കയറും. അപ്പോൾ പരിചയപ്പെട്ടത് 2 ആൾക്കാരെ വണ്ടി ഇതാണ്. ഒരു പൂനെന്ന് ലേയിലേക്ക് പോകുന്ന ആളുകളാണ്. നമ്മുടെ TVSൻ്റെ XL100 ഈ വണ്ടി കൊണ്ടാണ് അവർ 2 ആൾ പോകുന്നത്. പൂനെയുള്ളവരാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ ആയിട്ട് അവർ സംസാരിച്ചു. അവർ 3 ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മളെ പരിപാടി തുടങ്ങണം. ഇതിലേക്ക് ഈ എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സ്ഥലം കിട്ടുമോ എന്താ ഫോണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് കാണേണ്ടതാണ് റെസ്റ്റ് ഏരിയ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഉച്ചയ്ക്ക് രാത്രിക്കുള്ള ഫുഡ് എന്തെങ്കിലും കറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം. പിന്നെ ഇനി എവിടെയെങ്കിലും ഡെസ്റ്റിനേഷനൊന്നുമില്ല, നമ്മൾ പോകണം. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കണേ. അപ്പോൾ ഓക്കെ.